മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിമാരിൽ ഒരാളായി രത്തൻ കേൽക്കർ, രത്തൻ കേൽക്കർ, അദ്ദേഹം ഡോക്ടർ രത്തൻ കേൽക്കർ ആണ്, മെഡിക്കൽ ഡോക്ടറാണ് പ്രൊഫഷൻ കൊണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മിനിസ്ട്രിയിലെ സ്റ്റാഫിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. വലിയ വിവാദമാണ്. വിവാദം വന്നതിൻ്റെ ഒരു പ്രധാന കാരണം സുവേന്ദു അധികാരി ബംഗാളിൽ ഇതുപോലത്തെ അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ടുള്ള ആളിനെ അവിടുത്തെ ചീഫ് സെക്രട്ടറി ആക്കി എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം നമുക്ക് ബംഗാളിലായാലും ഇവിടെ ആയാലും നമുക്കൊരു പ്രശ്നം ഉള്ളത്, IAS കേഡറിൽ ഇരിക്കുന്നവരല്ലേ. അപ്പം IAS കേഡറിൽ ഇരിക്കുന്നവരെ അവരെന്തായാലും സിസ്റ്റത്തിലുണ്ടാവുമല്ലോ. ഇപ്പോൾ രത്തൻ കേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുത്തില്ലാന്ന് വിചാരിക്കുക, എന്നാൽ അദ്ദേഹം സിസ്റ്റത്തിലുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് പദവി അനുസരിച്ച് സിസ്റ്റം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു, ഇനി വിട്ടിപ്പോകാൻ പറയാൻ പറ്റുമോ? അദ്ദേഹം ജൂനിയറാണ് IAS ൽ. അപ്പോൾ അദ്ദേഹത്തിന് പദവി കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇനി നാളെ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആവുമെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ അദ്ദേഹം സീനിയാരിറ്റി കൊണ്ട് ചീഫ് സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ രത്തൻ കേൽക്കറാണ്, അതുകൊണ്ട് സീനിയാരിറ്റി വെച്ച് ചീഫ് സെക്രട്ടറി പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? പരസ്യമായി സംഘപരിവാർ കളിച്ചു, അല്ലെങ്കിൽ BJP കളിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞാണെങ്കിൽ, അല്ലെ അവർക്ക് അനുകൂലമായ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ എതിർപ്പൊക്കെ പറയാം. അല്ലാതെ രത്തൻ കേൽക്കർ അദ്ദേഹം ഇവിടെ ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്നു, അതിന് മുമ്പ് ആരായിരുന്നു? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷന്റെ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറായിരുന്നു. ഇൻഫോ പാർക്കിന്റെ ചെയർമാനായിരുന്നു. വിവിധ ജില്ലകളിൽ കളക്ടറായിരുന്നു. കൃഷി വകുപ്പ് കാർഷിക ക്ഷേമ വകുപ്പിന്റെ കൃഷി വികസന കാർഷിക ക്ഷേമ വകുപ്പിന്റെ ഡയറക്ടറായിരുന്നു. ഒരുപാട് പദവികൾ വഹിച്ച IAS കാരനല്ലേ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പദവി കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുക? മുഖ്യമന്ത്രി ഓഫീസിൽ സെക്രട്ടറി ആയിട്ട് വെച്ചില്ലെങ്കിൽ മറ്റൊരു ഓഫീസിൽ സെക്രട്ടറി ആയിട്ട് വെക്കേണ്ടി വരും. ഇപ്പൊ മറ്റൊരു ഉമേഷിനെ മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ചല്ലോ, സ്പെഷ്യൽ ഓഫീസറായിട്ട് വെച്ചല്ലോ. അപ്പോൾ സ്പെഷ്യൽ ഓഫീസർ ഡ്യൂട്ടി വെച്ചില്ലേ? അപ്പൊ അങ്ങനെ വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സിസ്റ്റത്തിലുള്ള ഉദ്യോഗസ്ഥരെ അവർ അങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പൊ ADGP അജിത്ത് RSSകാരെ പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രശ്നം. പക്ഷെ അജിത്തിനെ മാറ്റാൻ പറ്റുമോ? പിണറായി വിജയൻ മാറ്റിയോ? കൂടെ ഇരുത്തിയില്ലേ? എല്ലാ സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലേ? അപ്പൊ അങ്ങനെ പറ്റുമില്ല. സിസ്റ്റത്തിനകത്ത് ഇരിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ പ്രൊഫസർമാർ, ലെക്ചർമാർ, എത്രയോ ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെ പൊസിഷൻ, ഇപ്പോൾ ഈ ശ്രീധരൻ അറിയപ്പെടുന്ന BJPയുമായി നല്ല ബന്ധമുള്ള ആളാണ്, നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള ആളാണ്, പാലക്കാട് മത്സരിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ റെയിൽവേക്ക് ഈ ശ്രീധരന്റെ അഭിപ്രായം എടുക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന റെയിൽവേയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് മെട്രോ ശ്രീധരൻ. ഈ ശ്രീധരൻ സാർ, അദ്ദേഹത്തിന്റെ സേവനം എടുക്കാതിരിക്കാൻ പറ്റും? അപ്പോൾ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ളവർ, ടെക്നോക്രാറ്റുകൾ, അതുപോലത്തെ ആളുകളെയൊക്കെ എല്ലാ സംവിധാനത്തിലേക്കും വരും. അവരെല്ലായിടത്തും പോവും, പലയിടത്തും പോയി ക്ലാസ്സുകൾ എടുക്കും, പലയിടത്തും പോയി സംസാരിക്കും, പല കാര്യങ്ങളിലും ഉണ്ടാവും. പക്ഷെ അവരെ നമുക്ക് രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഏതെങ്കിലും പാർട്ടിയുടെ ആളായിട്ട് കണക്കാക്കാൻ കഴിയില്ല. രത്തൻ കേൽക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിനിടയിൽ ഇലക്ഷൻ കമ്മീഷണറായി വന്നു എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ സർവീസിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റുമോ? അത് ശരിയല്ല. അതിലൊരു രാഷ്ട്രീയം ശരിയല്ല. അതിപ്പോൾ രത്തൻ കേൽക്കറെ വെച്ചത് കൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടല്ലല്ലോ വെച്ചത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫ് അല്ലേ. അല്ലെങ്കിൽ ഞാൻ ഈ ചോദിച്ച പോലെ അതേ ചീഫ് സെക്രട്ടറിയോ പ്രധാനപ്പെട്ട നാളെ ധനകാര്യ സെക്രട്ടറി ആകാം, എന്തെല്ലാം പോസ്റ്റുകളിലേക്ക് വരാം. പൊതുഭരണത്തിന്റെ സെക്രട്ടറി ആവാം, ധനകാര്യ സെക്രട്ടറി ആവാം, ചീഫ് സെക്രട്ടറി ആകാം, അങ്ങനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആകാം. അതേ IAS കാരനല്ലേ, മഹാരാഷ്ട്ര സ്വദേശിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കറക്റ്റ് എനിക്കറിയില്ല, മഹാരാഷ്ട്രക്കാരനാണെന്ന് തോന്നുന്നു. കേരള കേഡറിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും രത്തൻ കേൽക്കറിന്റെ ഇത്തരൊക്കെ പെറ്റി വിവാദങ്ങളാണ്. ഒരു മന്ത്രിസഭയുടെ ആളുകളിൽ മുഖ്യമന്ത്രി ആരെ വെക്കണം, അല്ലെങ്കിൽ മന്ത്രിമാർ ആരെ പോസ്റ്റ് ചെയ്യണം, ഓരോ പൊസിഷനുകളിൽ ആരെ കൊണ്ട് വെക്കണം എന്നുള്ളതൊക്കെ ആ ഗവൺമെന്റിന്റെ താല്പര്യം അനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് KC വേണുഗോപാൽ പറഞ്ഞ കറക്റ്റാണ്. അത് മുഖ്യമന്ത്രിയുടെ താല്പര്യമല്ലേ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരിരുന്ന് പ്രവർത്തിക്കണം? മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ വിജിലൻസ് സംവിധാനവും അതുപോലെ തന്നെ ഇവിടുത്തെ സകല സംവിധാനവും ഉള്ളൊരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളതല്ലേ. മുഖ്യമന്ത്രിക്ക് ഒരാളെ കുറിച്ച് പേഴ്സണലായിട്ട് തിരക്കാനോ അല്ലെങ്കിൽ ഇത് വയ്ക്കാനോ ഒക്കെ എത്ര സമയം വേണം? അപ്പോൾ അതുകൊണ്ട് രത്തൻ കേൽക്കർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനായിട്ടാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്ന് അങ്ങനെ ആണെങ്കിൽ തന്നെയും UDF അനുകൂലമായിട്ടല്ലേ വിധി വന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വയ്ക്കണ്ടേ? രസം എന്താണ്? ഇവിടെ LDF അനുകൂലമായിട്ടല്ലല്ലോ വിധി വന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ആർക്ക് അനുകൂലമായിട്ടാണ്? BJPക്ക് അനുകൂലമായിട്ട് വിധി വരികയും BJPക്കാരൻ രത്തൻ കേൽക്കറെ വെച്ച് കഴിഞ്ഞാൽ BJPക്ക് അനുകൂലമായെന്ന് പറയാം. ഇത് UDF അനുകൂലമായി അല്ലേ 102 സീറ്റ് കിട്ടിയിരിക്കുകയല്ലേ. അപ്പം 102 സീറ്റ് കിട്ടിയപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വേറൊരർത്ഥത്തിൽ പറയുന്നു, SIRന്റെ പേരിലോ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്റെ പേരിലോ പ്രത്യേക തീവ്ര പരിപാടിയുടെ പേരിലോ
ആളുകളുടെ വോട്ട് മാറ്റിയ പേരിലോ എന്തെങ്കിലുമൊക്കെ തരികിട രത്തൻ കേൽക്കർ ചെയ്തെന്ന് വിചാരിക്കുക. നമ്മളൊരു സാങ്കല്പിക ചോദ്യമാണ്, സാങ്കല്പിക ഉത്തരവാണ്. അങ്ങനെ ചെയ്തെങ്കിൽ അതിന്റെ ഗുണം കിട്ടി, അപ്പോൾ ഒരു പ്രതിഫലം കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആക്കുകയാണ് ചെയ്യേണ്ടത്. വെറും സെക്രട്ടറി ആക്കിയാൽ പോരാ. വി ഡി സതീശൻ മുഖ്യമന്ത്രി രത്തൻ കേൽക്കറിന്റെ സഹായം UDF കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയല്ലേ ചെയ്യേണ്ടത്, സഹായം കിട്ടിയെങ്കിൽ. പിന്നെ അദ്ദേഹം വേറെ പാർട്ടി പോയി ഭരിച്ചില്ലല്ലോ, വേറെ പാർട്ടി പോയി ഇരുന്നില്ല, വേറെ പാർട്ടിയുടെ കൂടെ ഇരുന്നില്ല, LDF കൂടെ ഇരുന്നില്ല, BJP കൂടെ ഇരുന്നില്ല, ഒരു സംസ്ഥാനത്ത് ഒരിടത്ത് ഇരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശരി, BJP ഗവൺമെന്റിൽ ഇരുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് എടുക്കണ്ട, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ രത്തൻ കേൽക്കറിന്റെ കാര്യത്തിലുള്ള വിവാദം പിന്നെ കൊഴിഞ്ഞ സിംഹത്തിനെ പോലെയുള്ള വർത്തമാനമാണ്. ഒരു കാര്യവുമില്ല. അദ്ദേഹം ശക്തനായ മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്റെയൊക്കെ ചീഫായിട്ട് പോവുകയും ഭംഗിയായി ഇവിടെ ഒരു ഇലക്ഷൻ നടത്തുകയും ചെയ്തത്. വളരെ മനോഹരമായ ഒരു ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷനിലാണല്ലോ 102 സീറ്റ്. അപ്പൊ ആ ഇലക്ഷനെ സംബന്ധിച്ച് കുറ്റമൊന്നുമില്ല. ഇലക്ഷൻ നടത്തിയ തെറ്റായി പോയെന്നൊന്നും ഇടതുപക്ഷത്തിന് അഭിപ്രായമില്ല. 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് രത്തൻ കേൽക്കർ കളിച്ചത് കൊണ്ടാണ്, UDF 102 സീറ്റ്, അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അല്ലെ BJP 3 സീറ്റ് കിട്ടാൻ വേണ്ടി രത്തൻ കേൽക്കർ കളിച്ചു, കേന്ദ്ര ഗവൺമെന്റിന്റെ ആളായി നിന്നു എന്നും അഭിപ്രായമില്ല. പിന്നെ അഭിപ്രായം എന്താണ്? രത്തൻ കേൽക്കറിനെ ഇവിടുത്തെ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ആയതുകൊണ്ട് അദ്ദേഹം തിരിച്ച് സർവീസിലേക്ക് വരികയോ അല്ലെ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് മാറുകയോ ചെയ്യുമ്പോൾ, അല്ലെ അദ്ദേഹം മാറാനൊരു താല്പര്യം കാണിക്കുമ്പോൾ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. എന്താണ് തെറ്റ്? എവിടെയാണ് ഇല്ലാത്ത മിസ്റ്റേക്ക്? അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ തർക്കവും വിവാദം ഉണ്ടാക്കുന്നത് യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത തർക്കങ്ങൾ നമ്മൾ ഉണ്ടാക്കും. ഒരു കാര്യമില്ല. ഒരുപാട് പേര് പറയുന്നു അതിനകത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അദാനിയുടെ ആളാണ്, അങ്ങനെയാണ്. ഒന്നുമല്ലെന്നേ. അതേ IAS കാരനല്ലേ. അപ്പൊ IAS കാരനാകുമ്പോൾ അദ്ദേഹത്തിന് പൊസിഷൻസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? IPS കാർക്ക് പൊസിഷൻസ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരുപാട് ഒതുക്കി ഒരിടത്ത് കൊണ്ടിടാൻ പറ്റുമോ? അവർക്ക് അർഹപ്പെട്ടതെല്ലാം കൊടുത്തല്ലേ കഴിയുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും KC വേണുഗോപാൽ പറഞ്ഞതാണ് കറക്റ്റ്. മുഖ്യമന്ത്രിക്ക് നല്ല ഭരണം കൊണ്ടുപോകുന്നതിന് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന് വിശ്വസിച്ച് വയ്ക്കാം. മന്ത്രിമാരും അങ്ങനെ തന്നെയാണ്. അവർക്ക് വിശ്വാസമുള്ള ആളുകളെ അവർ വയ്ക്കും. ഇപ്പോൾ ഹേമേന്ദ്രൻ IPS ഹേമേന്ദ്രൻ രമേശ് ചെന്നിത്തലയുടെ ഉപദേഷ്ടാവായില്ലേ. ഇനി അദ്ദേഹം പണ്ട് അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനല്ല. അതുകൊണ്ട് തന്നെ രത്തൻ കേൽക്കറിന്റെ ആ വിവാദം നമുക്ക് യാതൊരു സെൻസുമില്ലാത്ത ഒരു വിവാദമാണ്. 2 ദിവസം ചാനലിൽ നിൽക്കും എന്നുള്ളതല്ലാതെ അദ്ദേഹം ഇന്ന് ചാർജ് എടുത്തിട്ടുണ്ട്.